ഹെൽത്തി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. പല വെയ്റ്റ് കൺട്രോൾ പ്ലാനുകളും നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെയ്റ്റ് കുറയ്ക്കാൻ മാത്രമല്ല, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറ്റവും ഉത്തമമായ ഒരു ഫാസ്റ്റിംഗ് രീതിയാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങളുടെ ഭക്ഷണത്തിനും ദഹനത്തിനും ശേഷം വിശ്രമ സമയം പ്രദാനം ചെയ്യുന്നു. അതോടൊപ്പം കാലങ്ങളായി നിങ്ങളുടെ ശരീരത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന എനർജിയും ഫാറ്റും ഒക്കെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വിവിധ രീതികൾ പരിചയപ്പെടാം. 16:8. ഇതിൽ ഒരു ദിവസം 16 മണിക്കൂർ ഉപവസിക്കുകയും ഭക്ഷണം കഴിക്കുന്നത് 8 മണിക്കൂർ വിൻഡോയിലേക്ക് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നുവോ അവയെല്ലാം 8 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും. നിങ്ങൾ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ 4 മണിക്കുള്ളിൽ നിങ്ങളുടെ ലാസ്റ്റ് മീൽസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നീടുള്ള 16 മണിക്കൂറിൽ ഫാസ്റ്റിംഗ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സമയം ക്രമീകരിക്കാവുന്നതാണ്. 5:2. ഈ രീതിയിൽ വ്യക്തികൾ ആഴ്ചയിൽ 5 ദിവസം സാധാരണ ഭക്ഷണം കഴിക്കുകയും ശേഷിക്കുന്ന 2 തുടർച്ചയായ ദിവസങ്ങളിൽ വളരെ കുറച്ച് കലോറി, അതായത് 500 തൊട്ട് 600 കലോറി വരെ മാത്രം ഉപയോഗിക്കുന്നു. കാലറി കൗണ്ടിംഗ് ആപ്പുകളുടെ സഹായത്തോടെ കൃത്യമായ കാലറി കൗണ്ട് ചെയ്തുകൊണ്ട് 2 ദിവസം കാലറി കൺട്രോൾ ചെയ്യുന്നതാണ് 5:2. ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് രീതി. ഈ സമീപനത്തിൽ ആഴ്ചയിൽ 1-2 തവണ 24 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ദിവസം അത്താഴം മുതൽ അടുത്ത ദിവസം അത്താഴം വരെ ഉപവാസം. ആൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ്. ഈ പ്ലാനിൽ നിങ്ങൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം കലോറി ഉപഭോഗം ചെയ്യുക. ദി വാരിയർ ഡയറ്റ്. ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം മുഴുവൻ ഉപവസിക്കുകയും ചെയ്യുന്ന രീതിയാണ് ദി വാരിയർ ഡയറ്റ് പ്ലാൻ. ഒരു ദിവസം ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയതായിരിക്കണം ഒരു നേരത്തെ മീൽ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ കാണാം. ഭാരനിയന്ത്രണം. കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. മെച്ചപ്പെട്ട ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ സാധ്യത കുറയ്ക്കും. സെല്ലുലാർ റിപ്പയറും ഓട്ടോഫാഗിയും. ഉപവാസം ഓട്ടോഫാഗിയെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രക്രിയ ശരീരത്തെ കേടായ കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയവ പുനർജീവിപ്പിക്കാനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യം. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളിൻ്റെ അളവും ഉൾപ്പെടെ ഹൃദ്രോഗത്തിനുള്ള അപകടകരമായ ഘടകങ്ങളെ കുറച്ചേക്കുന്നു. മസ്തിഷ്ക ആരോഗ്യം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിലൂടെയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുമെന്ന്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവർക്കും അനുയോജ്യമല്ല. ഏതെങ്കിലും ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ പരിചരണ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുന്നത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾ അല്ലെങ്കിൽ മുല കൂട്ടുന്ന വ്യക്തികൾ, ചില രോഗാവസ്ഥകൾ ഉള്ളവർ അല്ലെങ്കിൽ ഭക്ഷണ ക്രമക്കേടുകൾ ചരിത്രമുള്ളവർ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ഭക്ഷണക്രമം മാത്രമല്ല, ഇതൊരു ജീവിതശൈലി തിരഞ്ഞെടുപ്പാണ്. അത് ആരോഗ്യപരമായ ഗുണങ്ങൾക്കായി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത് ഒറ്റത്തവണ പരിഹാരമല്ലെങ്കിലും മെച്ചപ്പെട്ട ആരോഗ്യത്തിനും ക്ഷേമത്തിനുമുള്ള യാത്രയുടെ ഭാഗമായി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്വീകരിച്ചതിൽ പല വ്യക്തികളും വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊരു ജീവിതശൈലി മാറ്റത്തെയും പോലെ പൂർണ്ണമായ അറിവോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.